നമസ്കാരം. 32 ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് ആരോഗ്യ സുരക്ഷ ലഭിക്കേണ്ട സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ മെഡിസപ്പ് അത്യാസന്ന നിലയിൽ. 5.5 ലക്ഷം സർക്കാർ ജീവനക്കാരും 6 ലക്ഷം പെൻഷൻകാരും ഈ രണ്ട് കൂട്ടരുടെയും 20 ലക്ഷത്തോളം ആശ്രിതരും ആരോഗ്യരംഗത്ത് ആശ്രയിക്കുന്ന മെഡിസപ്പ് താളം തെറ്റിയ നിലയിൽ. മെഡിസപ്പ് ഒന്നാം ഘട്ടത്തിലെ പോരായ്മകളും പരാതികളും പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ആശുപത്രികളെ ഉൾപ്പെടുത്തിയും വാർഷിക ചികിത്സാ പരിരക്ഷ 3 ലക്ഷം രൂപയിൽ നിന്നും 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചും രംഗപ്രവേശനം ചെയ്ത മെഡിസപ്പ് രണ്ടാം ഘട്ടം ചതിക്കുഴികളിൽ ഉലയുന്നു. മാസ പ്രീമിയം 500 രൂപയിൽ നിന്നും 687 രൂപ നിർബന്ധ പിരിവ് നടത്തുമ്പോഴും സർക്കാർ കാഴ്ചക്കാരനായി നിലകൊള്ളുന്നു. ഒരു വർഷം ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു പെൻഷൻകാരിൽ നിന്നും ഇതിൻ്റെ പേരിൽ നിർബന്ധമായും ഈടാക്കുന്നത് 8,244 രൂപ. ഒരു വീട്ടിൽ 2 പേർ മെഡിസപ്പ് അംഗത്വം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാണ് പിടിച്ചെടുക്കുന്നത്. മെഡിസപ്പ് പദ്ധതിയിൽ എംപാനൽ ചെയ്തിരിക്കുന്ന ആശുപത്രികൾ ചികിത്സയ്ക്കായി അമിത തുക ഈടാക്കുന്നു, മുൻകൂട്ടി പണം വാങ്ങിയ ശേഷം മാത്രം ചികിത്സ ലഭ്യമാക്കുന്നു, കാര്യകാരണങ്ങളില്ലാതെ ഇൻഷുറൻസ് കമ്പനികൾ ക്ലെയിമുകൾ നിരസിക്കുന്നു, നാമമാത്ര തുകകൾ അനുവദിക്കുന്നു. ഇങ്ങനെ പോകുന്നു മെഡിസപ്പിൻ്റെ ദിവസ കാഴ്ചകൾ. ചില രോഗങ്ങൾ വഷളാകുന്നത് പോലെ മെഡിസപ്പിൻ്റെ രണ്ടാം ഘട്ടവും വഷളായി. എംപാനൽ ചെയ്ത ആശുപത്രികളിലെ എല്ലാ വിഭാഗവും ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഭാഗമായെങ്കിലും ഇങ്ങനെയുള്ള ആശുപത്രികളുടെ നിലപാടിപ്പോൾ വേദനാജനകമാണ്. ചികിത്സാ ചെലവ് സർക്കാരുമായി എംപാനൽ ചെയ്ത ആശുപത്രികൾ എഗ്രിമെൻ്റ് ചെയ്താലും ചികിത്സ കഴിഞ്ഞാൽ എഗ്രിമെൻറ്റിൽ പറഞ്ഞ തുക മാറ്റിവെച്ച് ആശുപത്രികൾ ഇഷ്ടമുള്ളതുപോലെ തുകകൾ ഈടാക്കുന്നു. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മുഴുവൻ തുകയും അടയ്ക്കുവാൻ ആശുപത്രികൾ ആവശ്യപ്പെടും. ഇൻഷുറൻസ് കമ്പനിക്ക് കഴിവുണ്ടായി എന്തെങ്കിലും തുക അനുവദിച്ചാൽ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമെന്ന ശുഭപ്രതീക്ഷയോടെ മടക്കി വിടുന്നു. സർക്കാരുമായി ഉള്ള വ്യവസ്ഥ പ്രകാരം ഓരോ രോഗത്തിൻ്റെയും ചികിത്സയ്ക്ക് എഗ്രിമെൻ്റ് തുക മാത്രമേ ആശുപത്രികൾ ബില്ല് ചെയ്യാവൂ. എന്നാൽ ഉയർന്ന തുക ബില്ല് ചെയ്ത് എഗ്രിമെൻ്റ് പ്രകാരമുള്ള തുക ഇൻഷുറൻസ് പരിരക്ഷയിൽ നിന്നും ബാക്കി രോഗികളുടെ കയ്യിൽ നിന്നും ഈടാക്കി വരുന്ന പ്രവണത വർദ്ധിക്കുന്നു. ഇങ്ങനെ ക്യാഷ്ലെസ് എന്നത് ഇൻഷുറൻസ് ലെസ്സായി മാറി. മെഡിസപ്പ് പദ്ധതി പ്രകാരം ക്ലെയിം ഉന്നയിച്ചവരുടെ അപേക്ഷകൾ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് കമ്പനി തള്ളുന്നു. ചിലർക്ക് നാമമാത്ര തുകകൾ മാത്രം അനുവദിക്കുന്നു. ഈ തുകകളാകട്ടെ ലഭിക്കുവാൻ ഏറെ സമയവും വേണ്ടി വരുന്നു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പെൻഷൻകാരുടെ പെൻഷൻ തുകയിൽ നിന്നും ഒരു മാസം 80 കോടിയോളം രൂപ ഈ ഇനത്തിൽ സർക്കാർ നിർബന്ധമായും പിടിച്ചെടുക്കുന്നു. ഒരു വർഷമാകുമ്പോൾ ഇത് 960 കോടി രൂപയാകും. ഏറെ പ്രതീക്ഷയോടെ ആരംഭിച്ച മെഡിസപ്പ് പദ്ധതിയെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം സർക്കാർ നടത്തണം. നിർബന്ധ പിരിവ് നടത്താൻ നടപടി സ്വീകരിച്ച സർക്കാർ ഇങ്ങനെയുള്ളവർക്ക് നല്ല ആരോഗ്യ പരിരക്ഷ നൽകാൻ ബാധ്യസ്ഥരാണ്. എഗ്രിമെൻറ്റിന് വ്യത്യസ്തമായി അമിത ബില്ല് ചെയ്യുന്ന ആശുപത്രികൾക്കെതിരെ നടപടി സ്വീകരിക്കണം. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും ഈ പദ്ധതിയിൽ എംപാനൽ ചെയ്യണം. ഇൻഷുറൻസ് ക്ലെയിം പരിഗണിക്കുന്ന വേളയിൽ സർക്കാർ പ്രതിനിധിയുടെ സാന്നിധ്യവും ഉറപ്പുവരുത്തേണ്ടതാണ്. വീണ്ടും ഏറെ ശുഭപ്രതീക്ഷയോടെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരും. താങ്ക് യു.